ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിം. അപ്പം എങ്ങനെ നമുക്ക് +2 കഴിഞ്ഞ് ഒട്ടും സമയം കളയാതെ ബാങ്കിൽ ഒരു സ്ഥിര ജോലി നേടാം, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പൊ +2ന്റെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക, അതൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. കരിയർ ആഫ്റ്റർ ബികോം. ഇപ്പൊ +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അവർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇത് ബികോം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു ബികോം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പോലും ഇല്ലാതെ നിങ്ങൾക്ക് ബാങ്കിൽ ക്ലർക്കായിട്ട് കയറാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ നിങ്ങൾക്ക് ബികോം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ബാങ്കിൽ ജോലി മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള എക്സാം നടത്തുന്നുണ്ട്. ക്ലർക്ക് ക്യാഷിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th JDC ആണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി +2 കഴിഞ്ഞു. ഇപ്പം +2 കഴിഞ്ഞവർ മാത്രമല്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് ഏറ്റവും വേഗം ജോലി മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂടി എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. 10 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന JDC കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ തന്നെ ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ JDC ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തണം. കാരണം ദിവസം ചെല്ലും തോറും നമ്മുടെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ അറിവ് കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം 10th JDC ആണ് ക്വാളിഫിക്കേഷൻ എങ്കിലും ഡിഗ്രി ഉള്ളവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ മത്സരിക്കുന്നത് PG ഉള്ള ആളുകളോടാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സീരിയസ്നെസ്സോട് കൂടി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമുകളെ സമീപിക്കണം. അപ്പം 10 കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, 1 വർഷം കൊണ്ട് JDC കോഴ്സ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് CACB എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ PSC നടത്തുന്ന എക്സാമുകളുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തണം. ഇനി നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ വേണം, അല്ലെങ്കിൽ എന്തായാലും 10 കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഇനി ഡിഗ്രി ചെയ്യണം. ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇനി ബികോം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോടാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഉണ്ട്. അപ്പൊ പൊതുവെ നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആയിട്ട് എവിടെ കയറും, വീടിനടുത്തുള്ള അല്ലെങ്കിൽ പൊതുവെ കൊച്ചി അതുപോലെ ഏതെങ്കിലും ടൗൺഷിപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആകും. നല്ല ഒരു ഓപ്ഷനാണ് നമ്മളെ സംബന്ധിച്ച്. എന്നാൽ അതിനും ഉപരിയായിട്ട് നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ അക്കൗണ്ടന്റ് ആകണമെങ്കിൽ നമുക്ക് ബികോം മതി, അല്ലെ? എനി ഡിഗ്രി ഉള്ള പോസ്റ്റുകൾക്ക് നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. ബികോംകാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് PSC അക്കൗണ്ടന്റ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ബികോം എടുക്കാൻ പോകുന്ന ആളുകൾ, അവർക്ക് ഗവൺമെന്റ് സെക്ടറിലും ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബികോം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ബികോം ചെയ്യാൻ പോകുന്ന ആളുകൾ. അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ച് PSC ഗവൺമെന്റ് കമ്പനികളിലേക്ക് അതുപോലെ തന്നെ കോർപ്പറേഷൻസിലേക്ക് അക്കൗണ്ടന്റിന്റെ വേക്കൻസി വിളിക്കാറുണ്ട്. ഓരോ 3 വർഷം കൂടുമ്പോഴും എന്തുവരും, അതിന്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക, ജൂനിയർ അക്കൗണ്ടന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ +2 പഠിച്ച് കഴിഞ്ഞ ആളുകളാണ്, നിങ്ങൾ ഡിഗ്രി, ഇപ്പൊ നമുക്ക് 4A ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇപ്പൊ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ എക്സാം വരുന്നത് എപ്പോഴായിരിക്കും, നമുക്ക് ഈ ഒരു ഏപ്രിൽ മെയ്ക്ക് ശേഷമായിരിക്കും. പിന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാകും. അപ്പൊ നമുക്ക് അവിടെ ഒരു 1 ഇയർ ഒരു ഗ്യാപ്പ് കൂട്ടാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു 3 വർഷത്തിന് ശേഷമായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരിക. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബികോം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബികോം ചെയ്യുകയാണെങ്കിൽ അടുത്ത ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു എക്സാമുകൾക്ക് എനി ബികോം മതി കേട്ടോ. ബികോമിന്റെ ഏത് സ്പെഷ്യലൈസേഷൻ, അതായത് ബികോം മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ബിസിനസ് ആയിക്കോട്ടെ, ഏതെടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ അവസരങ്ങളുള്ള മറ്റൊരു വിഭാഗമുണ്ട്. അതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബികോം കോർപ്പറേഷൻ. എന്തുകൊണ്ട് ബികോം കോർപ്പറേഷൻ?
ഞാൻ ഈ പറഞ്ഞ ഏത് പോസ്റ്റുകൾ, അതായത് ഏത് അക്കൗണ്ടന്റ് ജോലിക്കും എന്ത് മതി, ബികോം മതി. എന്നാൽ ബികോം കോർപ്പറേഷൻ ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ CSEB എക്സാം, അതായത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന നമ്മുടെ വീടിനടുത്തേക്കുള്ള സഹകരണ ബാങ്കുകളിലേക്ക്, സൊസൈറ്റികളിലേക്ക് നടക്കുന്ന എക്സാം എഴുതണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞ 10th JDC അല്ലെങ്കിൽ +2 JDC അല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് വേണ്ടത് ബികോം കോർപ്പറേഷൻ അല്ല എങ്കിൽ എനി ഡിഗ്രി +HDC. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ബികോം എടുക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബികോം കോർപ്പറേഷൻ എടുത്തുകൂടാ? കൂടുതൽ അവസരങ്ങളാണ്. കാരണം ബാക്കി ഏത് കോർപ്പറേഷന്റെ, അതായത് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ബിസിനസ് ആയിക്കോട്ടെ, ഏതാണ് എങ്കിലും അതിനേക്കാൾ കൂടുതൽ ജോലി സാധ്യതയും കൂടുതൽ അവസരങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ബികോം കോർപ്പറേഷൻ തിരഞ്ഞെടുക്കുകയല്ലേ നല്ലതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം CSEB എക്സാം ആണെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് 3 നോട്ടിഫിക്കേഷനിൽ അധികം വരുന്നതാണ്. PSC പോലെ തന്നെ അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ PSCയേക്കാൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് നമ്മുടെ CSEB നടത്തുന്നത്. ഞാൻ കമ്പയർ ചെയ്തത് നമ്മുടെ കൊമേഴ്സ് ഫീൽഡ്, ഇപ്പൊ PSC നടത്തുന്ന കൊമേഴ്സ് എക്സാമുകളുണ്ട്, അതിനേക്കാൾ ഇരട്ടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തിൽ CSEB വഴി എന്ത് ചെയ്യുന്നു, പ്ലേസ്ഡ് ആകുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് PSCയിലും അവസരങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടുള്ള വേക്കൻസി, ക്ലർക്ക് ക്യാഷിന്റെ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ KS കാർഡ് അസിസ്റ്റന്റ്, JC ഗാർഡിയൻ വില്ലേജ്, അതുപോലെ കേരള ബാങ്കിൽ ക്ലർക്ക് ക്യാഷ്യർ, അങ്ങനെ ഒട്ടനവധി അവസരങ്ങളാണ് ബികോം കോർപ്പറേഷനുള്ള ആളുകളെ സംബന്ധിച്ച് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ +2 കഴിഞ്ഞിട്ട് ബികോം എടുക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ബികോം കോർപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ എലക്റ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ബികോം കോർപ്പറേഷൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു കരിയർ ആഫ്റ്റർ ബികോം കോർപ്പറേഷൻ നമുക്ക് എന്തൊക്കെ മേഖലയിലോട്ട് പോകാം. സഹകരണ ബാങ്കിലെ ജോലി പറ്റും. അതുകൂടാതെ ആദ്യമേ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലികൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റും. അതുപോലെ ഗവൺമെന്റ് സെക്ടറിലെ അക്കൗണ്ടന്റ് ജോലിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഇനിയൊന്ന് മാറി ചിന്തിച്ചുകൂടെ? ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ഇന്റർനാഷണൽ ബിസിനസ്, അങ്ങനെ പല ഓപ്ഷനുകൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ കൂടുതൽ അവസരങ്ങൾ തരുന്ന നമ്മുടെ ബികോം കോർപ്പറേഷൻ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായ ഒരു ജോലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഏറ്റവും വേഗതകളിൽ ഏറ്റവും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ 10 കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത പിറ്റേ വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ജോലി മേടിക്കാം. 10 കഴിഞ്ഞാൽ നമുക്ക് 15 വയസ്സാണ്. 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം നിങ്ങളുടെ വീടിന് അടുത്തൊരു ബാങ്കിൽ ജോലി മേടിക്കണമെങ്കിൽ നിങ്ങൾ ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, JDC കോഴ്സിന് പോവുക. നിങ്ങൾക്ക് വൈകാതെ തന്നെ ജോലി പ്രവേശിക്കാനായിട്ട് പറ്റും. അപ്പം ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആളുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്